ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല വെയിൽ തെളിയുന്നുണ്ട്. രാവിലെ തന്നെ നല്ല മഴയുണ്ടായി. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ദേ വെയിലൊക്കെ തെളിയുന്നുണ്ട്. അപ്പോൾ ടെറസിൻ്റെ മുകളിലേക്കൊന്ന് വന്നതാണ്. അപ്പോൾ ദേ ഇതിൽ നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ചെടിയുടെ പേരെന്താണവോ, ഞാനിതിനെ കിങ്ങിണി മഞ്ഞപ്പൂ എന്നാണ് കേട്ടോ പറയുന്നത്. അതിൻ്റെ പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പൂവിന് നല്ല സുഗന്ധമുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് നിന്ന് നമ്മളത് മണത്ത് നോക്കുകയാണെങ്കിൽ നല്ല വാസനയാണ്. കുറച്ച് നേരം ആ പൂവിൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് ഈ ആകാശമുല്ല കണ്ടില്ലേ, ഇതാകെ കാടായിട്ട് ആ ബോക്സ് കാണാൻ പാടില്ലാത്ത വിധത്തിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇതിൻ്റെ അരി വീണിട്ട് പുതിയ തൈകൾ ഇഷ്ടം പോലെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിങ്ങനെ നിർത്തി കാടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ ബോക്സ് ഫ്രീ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് എന്തെങ്കിലും പച്ചക്കറികളൊക്കെ നടാമല്ലോ. പിന്നെ മെയിനായിട്ട് ഞാൻ കയറി വന്നത് ഈ ചീര പൊട്ടിക്കാനായിട്ടോ. ഇതൊരു ടൈപ്പ് ചീരയാണ്. ഇതിനെ കൊഴുപ്പാന്ന് കേട്ടോ പറയണേ. ഈ പാടത്തും അങ്ങനെ വെള്ളം ഒഴുകണ സ്ഥലങ്ങളിലൊക്കെ ഇത് കൂടുതലായിട്ടുണ്ടാവും. വെള്ളമില്ലാത്ത വരണ്ട സ്ഥലത്തും ഈ ചെടി നിൽക്കും കേട്ടോ. അതിൻ്റെ തന്നെ വേറൊരു വർഗ്ഗമാണ് ഈ ചെടി. ഇത് കുറച്ചുകൂടി വലിപ്പമുള്ളതാണ്. ഇതും തോടുവക്കത്തൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് ഉമ്മച്ചി തൈയെന്ന് ഞാൻ നട്ടതാണ്. നമുക്കിത് ചെട്ടിയിലും നടാം, പറമ്പിലും നടാം, കൂടുതൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും നടാം. എവിടെ നട്ടാലും ഈ രണ്ട് ടൈപ്പ് ചീരയും ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. ഇത് വേനലായാലും ഒന്നും ഉണങ്ങിയൊന്നും പോവില്ല, നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ രണ്ട് ചീരയും പൊട്ടിക്കാനായിട്ടാണ് ഞാൻ കയറി വന്നത്. അപ്പോൾ കുറച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു കേട്ടോ. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നല്ല വെയിലുണ്ടായി മുകളിൽ. അപ്പോൾ കുറച്ച് സമയം അവിടെ ഞാൻ ഓരോ ജോലികളുണ്ടായി. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ചീരയൊക്കെ പൊട്ടിച്ച് അതൊക്കെ കഴുകി ക്ലീനാക്കി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇന്ന് ഉച്ചയ്ക്ക് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഫ്രിഡ്ജിൽ കുറേ ദിവസമായിട്ട് ഒരു തണ്ണിമത്തങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മഴയായതുകൊണ്ട് അത് എടുക്കാനേ തോന്നുന്നുണ്ടായില്ല. ഇപ്പോൾ മുകളിലൊക്കെ കുറേ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ദാഹമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചൂടും ഉണ്ടായി, തെളിഞ്ഞ വെയിലിന് നല്ല ചൂടുണ്ടായി. എങ്കിൽ പിന്നെ അതും ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും തണുപ്പ് വിടാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ടൈപ്പ് ചീരയുടെ പേരറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അങ്ങനെ പിന്നെ തണ്ണിമത്തങ്ങയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉള്ളു മഞ്ഞ കളറുള്ള തണ്ണിമത്തങ്ങ ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കുറച്ച് മുറിച്ച് കുറേച്ചൊക്കെ കഴിച്ചു, ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം കുട്ടികൾ വരുമ്പോൾ അവരും കഴിച്ചോളും. പിന്നെ ഇനി വേറെ കറിയായിട്ടൊന്നും വയ്ക്കണില്ല. ഇന്നലത്തെ കറിയുടെ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇത് തോരനും വെച്ചിട്ട് കുറച്ച് ചിക്കൻ്റെ പീസ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി മസാലയൊക്കെ തേച്ച്. അപ്പോൾ അത് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചീര തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. അതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി. ഇതിനകത്ത് ഇങ്ങനെ നമ്മുടെ സാധാരണ ചീര പോലെ ഒരുപാട് വെള്ളം അങ്ങനെ ഇറങ്ങി വരണ ചീരയല്ല. ഇപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ ചീര തോരൻ വയ്ക്കുമ്പോൾ മൂടി വെച്ച് വേവിക്കരുത്. അതിനകത്ത് നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ട് ചീര തോരന് പകരം ഒരു കറി പോലെ ആയി പോവും. പക്ഷേ ഈ ചീരയ്ക്ക് അങ്ങനെ ഇല്ല കേട്ടോ. ഇതിന് ഒരുപാട് വെള്ളമൊന്നും ഇറങ്ങില്ല. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് മൂടി വെച്ചിട്ട് ചീര വേവായി കഴിയുമ്പോൾ പിന്നെ തുറന്നിട്ടിട്ട് നമുക്ക് തേങ്ങയൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചീര വേവായി വന്നിട്ടുണ്ട്. ഇനി മൂടി വയ്ക്കണ്ട. ഇനി തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുത്താൽ നല്ല തോരനാണ്. അങ്ങനെ ചീരത്തോരനൊക്കെ ആക്കിയിട്ട് അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് നനഞ്ഞ് കിടന്ന ഓലയും വിറകൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഞാൻ വെയിലത്ത് കൊണ്ടുപോയി വെച്ച് അതും നോക്കണ്ട്, തുണികളും ഒക്കെ നോക്കണ്ട് കേട്ടോ. അലക്കാനൊക്കെ ഉണ്ടായി, അതൊക്കെ ചെയ്തു. അങ്ങനെ തോരനൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതും മഴക്കാലത്ത് എല്ലാവരും വെള്ളം തിളപ്പിച്ച് തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് അതിനകത്ത് പനിക്കൂർക്കയുടെ ഇലയോ തുളസിയുടെ ഇലയോ അല്ലെങ്കിൽ 2 ജീരകമോ അല്ലെങ്കിൽ വെറുതെ മുഴുവൻ മല്ലിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് തിളപ്പിക്കാം. ഡെയിലി അങ്ങനെ മാറ്റി മാറ്റി ഇഷ്ടമുള്ളത് ഇട്ടിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഇപ്പോൾ ഈ കൊതുകുജന്യ രോഗങ്ങളും മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങളൊക്കെ അതിൻ്റെയൊക്കെ സീസണാണല്ലോ. അപ്പോൾ മാക്സിമം നമ്മൾ സൂക്ഷിക്കാം. നമ്മൾ ഈ പൈപ്പിലൊക്കെ വരണ വെള്ളത്തിലാണെങ്കിലും കൊതുകിൻ്റെയൊക്കെ കൂത്താടികൾ ഒരുപാട് പെരുകണ സമയമായിട്ട് ഇപ്പോൾ നമ്മൾ കാണില്ല, അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് തിളപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് ഒക്കെ രക്ഷ കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാണ്ടായത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ലാസ്സിൽ പോയേക്കുന്നതുകൊണ്ട് തന്നെ ആകെ സൈലൻ്റാണ്, ആരുമില്ല.
അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ഞാൻ ഊണൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ വൈകുന്നേരമാണ്. അപ്പോൾ ഇന്ന് മോള് ക്ലാസ്സിൽ നിന്ന് നേരത്തെ വന്നായിരുന്നു കേട്ടോ. അവൾ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ക്ലാസ് കഴിഞ്ഞ് അവൾ വന്നിട്ടുണ്ടായി. അപ്പോൾ വൈകുന്നേരം ആൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണതാണ്. ഞാൻ അടുക്കളയിൽ വരുമ്പോൾ അവൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യണതാണ് ഫിംഗർ ചിപ്സ് ആക്കിയിട്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ കൊണ്ടാട്ടം ഉണ്ടാക്കിയത്, അരിക്കൊണ്ടാട്ടം, അതിൻ്റെ ബാലൻസ് കുറച്ച് ഫ്രൈ ആക്കാൻ ഇരിപ്പുണ്ടായി. അപ്പം ഞാനതും ഫ്രൈ ചെയ്തിട്ട് ചായ ഇട്ടതാണ്. അപ്പോൾ ഇപ്പോൾ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് തോർച്ച കണ്ടിട്ട് ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ മഴയാണ്. അപ്പോൾ മഴയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറയ്ക്കണമല്ലോ. അപ്പോൾ അത് ആ ചായ തിളപ്പിച്ച് അതും കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്.